പത്താം തരം കേരള പാഠാവലിയിലെ 4-ാമത്തെ യൂണിറ്റിലെ 3-ാമത്തെ പാഠഭാഗമാണ് ഉണ്ണികൃഷ്ണൻ പുതൂരിൻ്റെ മുരിങ്ങാമരത്തോപ്പ്. പിതാവിൻ്റെ ജന്മദേശത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ നരേന്ദ്രൻ എന്ന കഥാപാത്രത്തിലൂടെ എഴുത്തുകാരൻ അവതരിപ്പിക്കുന്നത് കഥയിൽ കാണാൻ കഴിയും. നേപ്പാളിയായ നരേന്ദ്രൻ എന്ന ഗൂർഖ വാച്ച്മാൻ്റെ യാത്രയും മാനസിക സമ്മർദ്ദങ്ങളും കഥാഭാഗത്ത് തെളിഞ്ഞു നിൽക്കുന്നു. അച്ഛനെ കണ്ടെത്തുക എന്നുള്ളതാണ് നരേന്ദ്രൻ്റെ ലക്ഷ്യം. ആ യാത്രക്കിടയിൽ പല ദേശങ്ങളിലൂടെ സഞ്ചരിച്ചു. കേരളത്തിൽ എത്തിച്ചേരണം, അച്ഛനെ കണ്ടെത്തണം, ഇതായിരുന്നു അവൻ്റെ ആഗ്രഹം. നേപ്പാളിയായ അമ്മ ഉഷാകുമാരിയുടെയും പട്ടാളക്കാരനായ ശിവശങ്കരൻ നായരുടെയും മകനാണ് നരേന്ദ്രൻ. അമ്മ ഗർഭിണിയാണെന്നറിഞ്ഞ് പട്ടാളക്കാരനായ പിതാവ് അമ്മയെ ഉപേക്ഷിച്ചു. കുട്ടിക്കാലത്ത് തന്നെ അമ്മയിൽ നിന്ന് അച്ഛനെക്കുറിച്ച് കേട്ടിരുന്നു. അമ്മയെ ഉപേക്ഷിച്ച് സ്ഥലം മാറിപ്പോയ സുബേദാർ KPS നായർ എന്ന പിതാവിനോട് അവന് അടക്കാനാകാത്ത ദേഷ്യം തോന്നി. എങ്കിലും അച്ഛനെ കണ്ടെത്തണമെന്ന് അവൻ ആഗ്രഹിച്ചു. അമ്മയാകട്ടെ ഇപ്പോഴും അച്ഛനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായാണ് അച്ഛൻ്റെ ജന്മദേശമായ ചേറ്റുവ മണപ്പുറത്തെ ഒരു ഗ്രാമത്തിൽ നരേന്ദ്രന് ഗൂർഖ വാച്ച്മാനായി ജോലി കിട്ടുന്നത്. ജോലിക്കിടയിൽ അവന് തൻ്റെ പിതാവിനെ കണ്ടെത്താൻ കഴിഞ്ഞു. തൻ്റെ ലക്ഷ്യം പൂർത്തിയായെങ്കിലും അവന് അവിടെ തുടരാൻ കഴിയുമായിരുന്നില്ല. ആത്മനൊമ്പരങ്ങളോടെ നരേന്ദ്രൻ അവിടെ നിന്ന് യാത്രയായി. കഥയുടെ ഭാവാംശം ചോർന്നു പോകാതെ ഹൃദയസ്പർശിയായിട്ടാണ് കഥയുടെ അവസാനം കഥാകൃത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പാഠഭാഗത്തിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം: ഒട്ടേറെ സ്ഥലങ്ങളിൽ ജോലി ചെയ്തു, എവിടെയും ഇതുവരെ ഉറച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല. നരേന്ദ്രൻ്റെ മനസ്സിൽ സംഘർഷമുണ്ടാവാനുള്ള കാരണങ്ങൾ എന്തെല്ലാം? നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. ഒരു മകൻ്റെ അച്ഛനെ കണ്ടെത്താനുള്ള യാത്രയും അന്വേഷണവും വാക്കുകളിലൂടെ വരച്ചിടുകയാണ് കഥാകൃത്ത്. നേപ്പാളിയായ നരേന്ദ്രൻ തനിക്ക് ലഭിച്ച ഗൂർഖ വാച്ച്മാൻ്റെ ജോലിയിൽ പ്രവർത്തിക്കുമ്പോഴും തൻ്റെ പിതാവിനെ കണ്ടെത്തുക എന്നുള്ളതാണ് അവൻ്റെ ആത്യന്തിക ലക്ഷ്യം. അച്ഛൻ്റെ ദേശം കേരളമാണെന്ന് തിരിച്ചറിഞ്ഞ നരേന്ദ്രൻ അവിടെ യാത്ര ചെയ്യുമ്പോഴും അവൻ്റെ മനസ്സ് സംഘർഷഭരിതമാണ്. അച്ഛൻ്റെ ദേശം എവിടെയെന്നോ ആ മനുഷ്യനെക്കുറിച്ചുള്ള ചിത്രം എന്തെന്നോ അവന് വ്യക്തമല്ല. എങ്കിലും അച്ഛനെ കണ്ടെത്തുക എന്ന ഒരു മകൻ്റെ അടക്കാനാകാത്ത വികാരം നരേന്ദ്രനിൽ നിറഞ്ഞു നിൽക്കുന്നു. നരേന്ദ്രൻ്റെ മനസ്സിനെ സംഘർഷഭരിതമാക്കിയതും ഇത്തരം ഒരു മാനസിക വികാരമായിരിക്കണം എന്ന് വ്യക്തം. രണ്ടാമത്തെ ചോദ്യം: പച്ചക്കുണുക്കിട്ട് കാറ്റിലാടി ഉലയുന്ന പുന്നമര സുന്ദരികൾ, മണൽപ്പരപ്പിൽ വളർന്നു നിൽക്കുന്ന രാമച്ചക്കാടുകൾ, നാട്ടുമാവുകൾ, പായൽക്കുളങ്ങൾ, കൈത്തോടുകൾ, തോടുകൾക്ക് ഇരുപുറവും കരവച്ച പൂക്കൈതകൾ, അറ്റക്കഴകൾ. ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്കുള്ള പ്രയാണം അവിസ്മരണീയമാണ്. കേരളത്തിൽ എത്തിപ്പെടുക നരേന്ദ്രൻ്റെ ലക്ഷ്യമായിരുന്നു. കേരളത്തിൽ എവിടെയോ ഒരു ഭാഗത്ത് കിടക്കുന്ന അച്ഛൻ്റെ ജന്മനാട്, അച്ഛൻ്റെ ജന്മദേശത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നരേന്ദ്രനിൽ സൃഷ്ടിക്കുന്ന വൈകാരിക അനുഭവങ്ങൾ എന്തല്ല മറ്റു സന്ദർഭങ്ങൾ കൂടി വിശകലനം ചെയ്ത് കണ്ടെത്തലുകൾ അവതരിപ്പിക്കുക. ദേശം എന്ന വാക്ക് അർത്ഥമാക്കുന്നത് ഞാൻ ചവിട്ടി നിൽക്കുന്ന, എന്നെ രൂപപ്പെടുത്തിയ എൻ്റെ നാട് എന്ന യാഥാർത്ഥ്യമാണ്. അതൊരു സങ്കല്പമോ ആശയമോ അല്ല, അനുഭവവും അഭിമാനവുമാണ്. കേരളീയനായ പിതാവിനെക്കുറിച്ചുള്ള നരേന്ദ്രൻ്റെ അന്വേഷണവും യാത്രക്കിടയിൽ കേരളത്തെക്കുറിച്ചുള്ള ചിത്രവും ഇവിടെ വ്യക്തമാണ്. പൂത്തുലഞ്ഞു നിൽക്കുന്ന പറങ്കിമാവിൻ തോപ്പുകൾ, പൂഴിമണൽ നിറഞ്ഞ വഴിയോരങ്ങൾ, അവിടെ കായ്ച്ചു നിൽക്കുന്ന മുരിങ്ങാമരങ്ങൾ, പച്ചക്കുണുക്കിട്ട് കാറ്റിലാടി ഉലയുന്ന പുന്നമര സുന്ദരികൾ, മണൽപ്പരപ്പിൽ വളർന്നു നിൽക്കുന്ന രാമച്ചക്കാടുകൾ, നാട്ടുമാവുകൾ, പായൽക്കുളങ്ങൾ, കൈത്തോടുകൾ, തോടുകൾക്കിരുപുറവും കരവച്ച പൂക്കൈതകൾ, അറ്റക്കഴകൾ. ഇങ്ങനെ നരേന്ദ്രനിൽ ഒരു കേരളീയ ചിത്രം തെളിയുന്നു. അതോടൊപ്പം അച്ഛൻ്റെ ചിത്രവും അവനിൽ നിറഞ്ഞു നിൽക്കുന്നു. മൂന്നാമത്തെ ചോദ്യം: നരേന്ദ്രൻ്റെ പൊള്ളുന്ന മനസ്സിൻ്റെ ഉള്ളറയിൽ തെല്ലുനേരം സാന്ത്വനത്തിൻ്റെ കുളിർകാറ്റ് വീശിയോ? ഇരുൾമൂടിയ സന്ധ്യ മുരിങ്ങാമരത്തോപ്പുകളെയും പുന്നമരക്കൂട്ടങ്ങളെയും തന്നിൽ നിന്ന് അകറ്റുകയാണെന്ന ബോധം അവനെ അസ്വസ്ഥനാക്കി. ഇത്തരം വാക്യങ്ങൾ കഥാസന്ദർഭത്തെ ഭാവസാന്ദ്രമാക്കുന്നത് എങ്ങനെ? വിശകലനം ചെയ്യുക. മുരിങ്ങാമരത്തോപ്പ് എന്ന കഥയിലെ നരേന്ദ്രൻ താൻ കേട്ടറിഞ്ഞ പിതാവിനെ അന്വേഷിച്ചിറങ്ങുന്ന വ്യക്തിയാണ്. അവന്റെ യാത്രയിൽ പുരോഹിതൻ പറഞ്ഞ വാക്കുകൾ അവന്റെ പൊള്ളുന്ന മനസ്സിന്റെ ഉള്ളറയിൽ സാന്ത്വനത്തിന്റെ കുളിർകാറ്റ് വീശി. ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്ക് അച്ഛനെ അന്വേഷിച്ച് അവൻ യാത്ര ചെയ്യുന്നു. അച്ഛൻ്റെ ജന്മദേശമായ കേരളത്തിൽ എത്തിച്ചേരുന്ന നരേന്ദ്രൻ്റെ മാനസിക ഭാവങ്ങൾ കഥയിൽ കാണാൻ കഴിയും. അച്ഛൻ്റെ ദേശമായ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി അവനെ സ്വാധീനിക്കുന്നതിൻ്റെ തെളിവാണ് ദേശത്തെക്കുറിച്ചുള്ള വർണ്ണന. കേരളീയ പ്രകൃതിയും അച്ഛനും അവനെ വൈകാരികമായി ദേശത്തോട് അടുപ്പിക്കുന്നു. ഇരുൾമൂടിയ സന്ധ്യ മുരിങ്ങാമരത്തോപ്പുകളെയും പുന്നമരക്കൂട്ടങ്ങളെയും തന്നിൽ നിന്ന് അകറ്റുന്നത് അവനെ അസ്വസ്ഥനാക്കുന്നതും അതുകൊണ്ടാണ്. മുരിങ്ങാമരത്തോപ്പ് എന്ന കഥയെ ഭാവസാന്തരമാക്കുന്ന ഒട്ടേറെ സന്ദർഭങ്ങൾ കഥയിലുടനീളം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. നാലാമത്തെ ചോദ്യം: ചീനവലകൾക്ക് മുകളിൽ പൊന്മകൾ ഉറങ്ങുന്നു. ചീനവലകൾക്ക് മുകളിൽ ഉറക്കം നടിച്ചിരിക്കുന്ന പൊന്മകൾ പിതാവിൻ്റെ ജന്മദേശത്തെ വർണ്ണിക്കുന്നു. പിതാവിൻ്റെ ജന്മദേശത്തെക്കുറിച്ചുള്ള വർണ്ണന. അടിവരയിട്ട പദജോഡികൾ തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുക. കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. ഇതാണ് ചോദ്യം.
ഈ ചോദ്യത്തിന്റെ ഉത്തരവുമായി ബന്ധപ്പെട്ട് വ്യാകരണത്തിന്റെ ഭാഗമായ ക്രിയ അഥവാ കൃതി മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദമാണ് ക്രിയ അഥവാ കൃതി. ഇംഗ്ലീഷിൽ നമ്മൾ വെർബ് എന്ന് പറയും. ഓടുന്നു എന്ന ക്രിയയിൽ നിന്നുണ്ടാകുന്ന നാമപദമാണ് ഓട്ടം. പഠിക്കുന്നു എന്നുള്ളത് പഠിത്തം. ചാടുന്നു എന്നുള്ളത് ചാട്ടം. ഇതെല്ലാം ക്രിയാനാമമാണ്. ഇവിടെ വർണ്ണിക്കുന്നു എന്ന കൃതിയിൽ നിന്ന് ഉണ്ടാകുന്ന ക്രിയാനാമമാണ് വർണ്ണന. അതായത് വർണ്ണിക്കുന്നു, വർണ്ണന, ഉറങ്ങുന്നു, ഉറക്കം. അഞ്ചാമത്തെ ചോദ്യം. തന്റെ പിതാവിനെ കണ്ടുമുട്ടിയതിനു ശേഷം നരേന്ദ്രന്റെ മനസ്സിലേക്ക് കടന്നുവരുന്ന ചിന്തകൾ എന്തൊക്കെയാവാം? അവ സങ്കല്പിച്ച് എഴുതുക. ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് ധാരാളം ശേഷികൾ നേടേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു സർഗാത്മക പ്രവർത്തനമാണ് സങ്കല്പിച്ചെഴുതുക എന്ന ചോദ്യം. ഇവിടെ ചില സൂചനകൾ മാത്രമാണ് എനിക്ക് തരാനുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഉത്തരം എഴുതാൻ കഴിയും. താങ്കൾക്ക് എന്നെ അറിയില്ലായിരിക്കാം, എന്നാൽ ഞാൻ അങ്ങയുടെ മകനാണ്. അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. കാരണം നിങ്ങൾ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ അമ്മയെ ഉപേക്ഷിച്ചതല്ലേ. നിങ്ങൾ സത്യത്തിൽ തെറ്റുകാരനും ഭീരുവുമാണ്. ഉഷാകുമാരിയുടെ മകനായ നീർപ്പാളി ഗൂർഖയായ നരേന്ദ്രൻ എന്ന ഞാൻ നിങ്ങൾക്ക് മാപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. ജീവിതത്തെ സധൈര്യം നേരിടേണ്ടവനായ അങ്ങ് ഇങ്ങനെ ചെയ്തതിൽ എനിക്ക് വിഷമമുണ്ട്. എന്നാലും ഞാൻ അങ്ങയോട് ക്ഷമിച്ചിരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഉത്തരം എഴുതാൻ ശ്രമിക്കുക. ആറാമത്തെ ചോദ്യം. പ്രമേയം, ആഖ്യാന രീതി, ഭാഷ തുടങ്ങിയവ പരിഗണിച്ച് കഥയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക. മലയാള കഥയിലെ ഏകാഗിയായ സഞ്ചാരിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പുതൂർ. എഴുത്തിലെ കരുത്തും സത്യസന്ധതയുമാണ് അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നത്. ജീവിതം നൽകിയ മുറിവുകൾ, ഹൃദയത്തിൽ പേറിയുള്ള യാത്രകൾ, അലച്ചിലുകൾ, പൊരുതലുകൾ ഇതെല്ലാം അദ്ദേഹത്തിന്റെ രചനയ്ക്ക് മുതൽക്കൂട്ടായിരുന്നു. നരേന്ദ്രൻ എന്ന കഥാപാത്രത്തിലൂടെ വളർന്നു വികസിക്കുന്ന മുരിങ്ങാമരത്തോപ്പ് എന്ന കഥ പ്രമേയ സ്വീകരണത്തിലും ആഖ്യാനത്തിലും വ്യത്യസ്തത പുലർത്തുന്നു. നേപ്പാൾ സ്വദേശിനിയും കമ്പിളി വസ്ത്രം തുന്നി ജീവിക്കുന്നവളുമായ ഉഷാകുമാരി എന്ന യുവതി കേരളീയനും പട്ടാളക്കാരനുമായ സുബേദാർ KPS നായരെ കണ്ടുമുട്ടുന്നു. ആ ബന്ധത്തിൽ പിറന്ന മകനാണ് നരേന്ദ്രൻ. ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞ KPS നായർ അവരെ ഉപേക്ഷിച്ച് അവിടെ നിന്നും യാത്രയാകുന്നു. അമ്മയിൽ നിന്ന് അച്ഛനെക്കുറിച്ച് കേട്ടറിഞ്ഞ നരേന്ദ്രൻ അച്ഛനെ അന്വേഷിച്ചു പോകുന്നതും അവൻ സഞ്ചരിക്കുന്ന ദേശവും അവൻ്റെ മാനസിക ഭാവങ്ങളും കഥാകൃത്ത് ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്ന കഥയാണ് മുരിങ്ങാമരത്തോപ്പ്. അച്ഛനെ കണ്ടെത്തണമെന്ന ആഗ്രഹത്തിൽ ജീവിക്കുമ്പോൾ അവന് കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ഗൂർഖ വാച്ച്മാനായി ജോലി കിട്ടുന്നു. ജോലി ചെയ്യുന്ന അവസരത്തിൽ അവിടെ ഒരു വീട്ടിലെ അന്തേവാസിയെ ശ്രദ്ധിക്കുന്നു. ഒരിക്കൽ അവൻ അന്തേവാസിയുടെ വീട്ടിലെത്തുന്നു. വീട്ടു ചുമരിൽ ഘടിപ്പിച്ച കോളിംഗ് ബെൽ അമർത്തുന്നു. പുറത്തേക്ക് വന്നത് ഗൃഹനാഥനായിരുന്നു. പരസ്പരം നോക്കി നിൽക്കെ അവൻ അദ്ദേഹത്തെ തിരിച്ചറിയുന്നു. വയസ്സനായ ആ റിട്ടയേർഡ് സുബേദാർ സാഹിബിനെ ഭവ്യമായി സലാം ചെയ്തു. അവൻ അവിടെ നിന്നും പടിയിറങ്ങി. വിയർപ്പിൽ കുളിച്ച നരേന്ദ്രൻ നീണ്ടുകിടക്കുന്ന മണൽപ്പാതയിൽ ചെന്ന് കയറി. വീണ്ടും നടന്നു. ഇരുൾ മൂടിയ സന്ധ്യ മുരിങ്ങാമരത്തോപ്പുകളെയും പുന്നമരക്കൂട്ടങ്ങളെയും തന്നിൽ നിന്ന് അകറ്റുകയാണെന്ന ബോധം അവനെ അസ്വസ്ഥനാക്കി. നരേന്ദ്രനിലൂടെയും അവൻ്റെ ജീവിതാവസ്ഥകളിലൂടെയും അവൻ സഞ്ചരിക്കുന്ന വഴികളിലൂടെയും കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്ന ആഖ്യാന രീതിയാണ്, അതായത് കഥ പറയുന്ന രീതിയാണ് ആഖ്യാന രീതി എഴുത്തുകാരൻ സ്വീകരിച്ചിരിക്കുന്നത്. പ്രമേയ സ്വീകരണത്തിലും ആഖ്യാനത്തിലും എഴുത്തുകാരൻ സ്വീകരിച്ച രചനാതന്ത്രം വായനക്കാരനെ കഥയോട് അടുപ്പിക്കുമെന്നതിൽ സംശയമില്ല. മറ്റൊരു ചോദ്യം. നിങ്ങളുടെ ദേശത്തിൻ്റെ പ്രകൃതി ഭംഗിയും സാംസ്കാരിക തനിമയും മറ്റു സവിശേഷതകളും ഉൾപ്പെടുത്തി സർഗാത്മക രചനകൾ, റീലുകൾ, ലഘു ഡോക്യുമെൻ്ററികൾ എന്നിവ തയ്യാറാക്കുക. ഇത് വ്യക്തിഗതമായി ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനമാണ്. സാങ്കേതിക സഹായത്തോടെ റീലുകൾ, ഡോക്യുമെൻ്ററികൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ധാരണ നേടുക. മറ്റൊരു ചോദ്യം. ദേശം എഴുത്തുകാരെയും സാഹിത്യകൃതികളെയും സ്വാധീനിച്ചതിലെ വൈവിധ്യം പരിചയപ്പെട്ടല്ലോ. യൂണിറ്റിലെ രചനകളും നിങ്ങളുടെ വായനാനുഭവങ്ങളും അടിസ്ഥാനമാക്കി ദേശവും എഴുത്തും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. ഉപന്യാസം തയ്യാറാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഘടന ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ആകർഷകമായ രീതിയിൽ എഴുതുന്ന ലേഖനമാണ് ഉപന്യാസം. തലക്കെട്ടുണ്ടാവണം, ആമുഖം, ഉപസംഹാരം എന്നിവ ശ്രദ്ധിക്കണം. ഇവിടെ തലക്കെട്ട് ദേശവും എഴുത്തും. ദേശം എന്ന ആശയവും ദേശീയത എന്ന വികാരവും സാഹിത്യ ലോകത്തെ ശക്തമായി സ്വാധീനിച്ചിട്ടുണ്ട്. ഭാരതീയതയും കേരളീയതയും നമ്മുടെ എഴുത്തുകാരെ ആകർഷിച്ചുണർത്തിയ ആദർശവൽക്കരിക്കപ്പെട്ട ആശയങ്ങൾ തന്നെയായിരുന്നു. സാഹിത്യ ലോകത്ത് ദേശം എന്ന വാക്ക് അർത്ഥമാക്കുന്നത് ഞാൻ ചവിട്ടി നിൽക്കുന്ന, എന്നെ രൂപപ്പെടുത്തിയ എൻ്റെ നാട് എന്ന യാഥാർത്ഥ്യമാണ്. അതൊരു സങ്കല്പമോ ആശയമോ അല്ല, അനുഭവവും അഭിമാനവുമാണ്. മലയാളിയുടെ ദേശമെഴുത്തിന് അച്ചി ചരിതങ്ങളോളം പഴക്കമുണ്ട്. ഉണ്ണിനീലി സന്ദേശം, ഉണ്ണിയച്ചി ചരിതം തുടങ്ങിയ പ്രാചീന കാവ്യങ്ങളിൽ ദേശവർണ്ണനകൾ ധാരാളമുണ്ട്. ഈ കൃതികൾ ഇന്നും ചർച്ച ചെയ്യുന്നത് അവയിലെ ദേശവർണ്ണനകളുടെ ചരിത്ര പ്രസക്തി കൊണ്ടാണ്. നാഗരികമായ പുതിയ യുക്തികളും പ്രവണതകളും ഗ്രാമജീവിതത്തിന്റെ താളത്തെയും തനിമയെയും നാടുകടത്തി പുതിയ കാലമേൽപ്പിച്ച സംഘർഷങ്ങൾക്കിടയിലും എഴുത്തുകാർ അവരുടെ ദേശങ്ങളിലേക്ക് എത്തിപ്പെട്ടു. കണ്ടാണശ്ശേരി എന്ന സ്വന്തം നാടിനെക്കുറിച്ചാണ് കോവലൻ തട്ടകത്തിൽ പറയുന്നത്.
കോവിലിന്റെ പൈതൃകം കണ്ടാണശ്ശേരിയുടെ ദേശചരിത്രവുമായി ഇഴചേർന്ന് കിടക്കുന്നു. ആദിവാസി ജനസമൂഹത്തിന്റെ ജീവിതാനുഭവങ്ങളാണ് കൊച്ചരയത്തിയിൽ നാരായൺ അവതരിപ്പിക്കുന്നത്. ദേശം വ്യക്തിയെ എങ്ങനെയെല്ലാം രൂപപ്പെടുത്തുന്നു എന്നതിനെക്കുറിച്ചാണ് UA ഖാദർ പറയുന്നത്. വയനാടിന്റെ ഭൂപ്രകൃതിയും ജീവിതവും വല്ലി എന്ന കൃതിയിൽ ഷീല ടോമി വരച്ചിടുന്നു. ആലപ്പുഴ ദേശം എങ്ങനെയെല്ലാമാണ് തന്നെ സ്വാധീനിച്ചതെന്ന് ജലവും വെള്ളവുമായി ബന്ധപ്പെടുത്തി അനിത തമ്പി വ്യക്തമാക്കുന്നു. കേരളീയ ഭൂപ്രകൃതിയുടെ ഹൃദ്യമായ ചിത്രവും ജീവിതവും മുരിങ്ങാമരത്തോപ്പ് എന്ന കൃതിയിൽ കാണാൻ കഴിയും. ചുരുക്കത്തിൽ ദേശത്തിന്റെ മുദ്രകൾ പതിഞ്ഞു കിടക്കുന്ന ധാരാളം കൃതികൾ മലയാളത്തിലുണ്ട് എന്നുള്ളതാണ് വസ്തുത.